മോദി രാഹുൽ ഗാന്ധിയെ എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും അത് ബൂമറാങ് പോലെ മോദിക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് 5ാമത്തെ നിരയിലെ സീറ്റാണ് മോദിയുടെ ഡിഫൻസ് മിനിസ്ട്രി അലോട്ട് ചെയ്തത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഒതുക്കാനുള്ള മോദിയുടെ ഈ വിപുല ശ്രമം അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനേ ഇടയായുള്ളൂ. ശരിക്കുമുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാർ, ഉപപ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലോക്സഭാ സ്പീക്കർ എന്നീ 6 പേർ കഴിഞ്ഞ് 7ാമതായി വരുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പ്ലാനിംഗ് കമ്മീഷനിലെ ഡെപ്യൂട്ടി ചെയർമാൻ, മുൻ പ്രധാനമന്ത്രിമാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നിവരാണ്. അങ്ങനെ വരുമ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് 1ാമത്തെ നിരയിൽ തന്നെ ഇരിപ്പിടം അനുവദിക്കേണ്ടതായിരുന്നു. എന്നാൽ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെ മോദിക്കും മോദിയുടെ ക്ലാനായ BJPക്കും എന്ത് പ്രോട്ടോകോൾ അല്ലേ? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്കും പിറകിലായി 5ാമത്തെ റോയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം അനുവദിച്ചത്. അതുപോലെ തന്നെ 83 വയസ്സുകാരനായ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയ്ക്കും 5ാമത്തെ റോയിലാണ് ഇരിപ്പിടം അനുവദിച്ചത്, ഏറ്റവും പിന്നിൽ നിന്ന് 2ാമത്തെ നിരയിൽ. ഏതായാലും കോൺഗ്രസ് പ്രസിഡന്റും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ മോദിയുടെ ഈ കവലപ്രസംഗം കേൾക്കാൻ പോയില്ല. കുടുംബത്തിൽ പിറന്ന രാഹുൽ ഗാന്ധി ആകട്ടെ തനിക്ക് അനുവദിച്ച 5ാമത്തെ റോയിൽ യാതൊരു പ്രതിഷേധവും കൂടാതെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങളുടെ പിന്നിലായി ഇരിക്കുന്നതിന് ഒരു മടിയും കാണിച്ചില്ല. എന്തിനാണ് മോദി രാഹുൽ ഗാന്ധിയെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? മോദിയുടെ അസഹിഷ്ണുതയുടെയും അരക്ഷിതാവസ്ഥയുടെയും തെളിവാണ് രാഹുൽ ഗാന്ധിയെ 5ാമത്തെ റോയിലിരുത്തി ഒതുക്കാനുള്ള ഈ ശ്രമം. എന്നാൽ മോദിയുടെ ജിംല പ്രസംഗത്തെക്കാൾ മീഡിയ മുഴുവനും, ജനം മുഴുവനും ശ്രദ്ധിച്ചത് രാഹുൽ ഗാന്ധിയുടെ 5ാമത്തെ റോയിലെ ഇരിപ്പാണ്. സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും എല്ലാം മോദിയുടെ പ്രസംഗത്തെക്കാൾ ഇത് വളരെയേറെ ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന അവസ്ഥയിലായി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോദി ഒതുക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധി ഇതിലൂടെ വീണ്ടും വലിയ സ്റ്റാർ ആയിരിക്കുകയാണ്. ഓർക്കണം, UPA ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല പ്രധാന പ്രതിപക്ഷ നേതാക്കളായ LK അദ്വാനി, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ് എന്നിവർക്കെല്ലാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുൻനിരയിലാണ് ഇരിപ്പിടം അനുവദിച്ചത്. സംസ്കാരമുള്ള പാർട്ടിയും ഗവൺമെന്റും ചെയ്യുന്ന കാര്യം മോദിയിൽ നിന്നും BJPയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിന് മോദിയും കൂട്ടരും പറയുന്ന ന്യായം അവർ പ്രോട്ടോകോൾ ഒന്നും ലംഘിച്ചിട്ടില്ല എന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരങ്ങളെ മുൻനിരയിൽ ഇരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നുമാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് മുൻനിരയിൽ സ്ഥാനം കൊടുക്കുന്നതും മനസ്സിലാക്കാം. എന്നാൽ ഒരു എക്സ്ട്രാ സീറ്റ് രാജ്യത്തെ പ്രധാന പദവികളിൽ ഒന്നായ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് അനുവദിക്കാത്തതിന് ഒരു ന്യായീകരണവുമില്ല. മോദിയുടെ പ്രസംഗം തുടങ്ങി 30 മിനിറ്റിന് ശേഷം ചില ഉദ്യോഗസ്ഥർ വന്ന് രാഹുൽ ഗാന്ധിയെ മുൻനിരയിൽ ഇരിക്കാൻ ക്ഷണിച്ചു. എന്നാൽ തനിക്ക് എവിടെയാണോ സീറ്റ് അനുവദിച്ചത് അവിടെ ഇരിക്കുന്നതിന് തനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ രാഹുൽ ഗാന്ധിയെ പിൻനിരയിലിരുത്തി അപമാനിച്ച മോദിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ ഒരു നിരയിലും ഇരിക്കാനുള്ള യോഗം ഉണ്ടാകുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു.